മൂവാറ്റുപുഴയിൽ മകൻ അമ്മയെ കൊലപ്പെടുത്തി. എന്തിനാണെന്നറിയോ? 3 പവന്റെ മാല സ്വന്തമാക്കാൻ. ശ്വാസം മുട്ടിച്ചാണ് 67 വയസ്സുള്ള അമ്മയെ നൊന്തുപറ്റ മകൻ കൊലപ്പെടുത്തിയത്. ജോജോയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. ജോജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജോജോ അമ്മയെ കൊന്ന മകനെയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആദ്യം കരുതിയത്. പക്ഷെ പിന്നീട് മരണത്തിൽ സംശയം തോന്നിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണം. ആയവന വടക്കേക്കര വീട്ടിൽ കൗസല്യയെ ഞായറാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. വിശദാംശങ്ങളുമായി അനൂപ് ശ്രീധരൻ ചേരുകയാണ്. അനൂപ്, എന്തൊരു കഷ്ടമാണല്ലേ? സ്വന്തം അമ്മയെ 3 പവൻ മാലയ്ക്ക് വേണ്ടി, അത് സ്വന്തമാക്കാൻ വേണ്ടി കഴുത്ത് ഞെരിച്ച് കൊല്ലുക. എത്ര ക്രൂരമായ കൃത്യമാണ്. എങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത്? അഞ്ജിത, കേവലം 3 പവന്റെ ഒരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണ് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. കഴുത്തിൽ ഷാൾ കുരുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ആദ്യം ഇത് ആർക്കും സംശയം തോന്നിയിരുന്നില്ല. ഹൃദ്രോഗിയാണ് ഈ മരിച്ച കൗസല്യ. അതുകൊണ്ട് തന്നെ ഹൃദയാഘാതമാകാം മരണകാരണം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ഈ മകൻ, ഈ കൊലപ്പെടുത്തിയ മകനും സഹോദരനും ചേർന്നാണ് ഈ നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്, അമ്മ മരിച്ച വിവരം അറിയിക്കുന്നത്. അതിനുശേഷം പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലെത്തുന്നു. പഞ്ചായത്ത് അംഗം മരണം സ്ഥിരീകരിക്കാനായി കല്ലൂർക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ അറിയിച്ചു. ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ സംശയം തോന്നി. കഴുത്തിൽ പാടുകളും ഒപ്പം തന്നെ കണ്ണിൽ രക്തം കട്ട പിടിച്ച പാടുകളും ഉണ്ടായിരുന്നു. ഇത് ഒരു കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് ഡോക്ടർ എത്തിച്ചേർന്നു. അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കുന്നു. തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അതിനുശേഷം ഈ മക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ജോജോ താനാണ് അമ്മയെ കൊലപ്പെടുത്തിയതെന്ന വിവരം പോലീസിനോട് പറയുന്നത്, മൊഴി നൽകിയത്. 3 പവന്റെ മാലയ്ക്ക് വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നും പറഞ്ഞു. കഴുത്തിൽ ഈ ഷാൾ മുറുക്കി, ആ ഷാൾ പിന്നീട് 4 കിലോമീറ്റർ അപ്പുറമുള്ള കാലാമ്പൂർ പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ ഈ ഷാളും കാലാമ്പൂർ പുഴയിൽ നിന്ന് കണ്ടെടുത്തു. അതേസമയം തന്നെ ഈ മാല, കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ മാല ശുചിമുറിയിലാണ് ഒളിപ്പിച്ചത്. ജോജോ അവിടെ നിന്ന് ഈ മാല എടുക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്തായാലും മൂവാറ്റുപുഴയിൽ ഇങ്ങനെ ഒരു ക്രൂരമായ കൃത്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സഹോദരനും ഒപ്പം ജോജോ പുറത്തു പോയിരുന്നു. അതിനുശേഷം ഈ സിജോ, സഹോദരനാണ്, സിജോ അറിയാതെ ജോജോ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെയാണ് അമ്മയെ കൊലപ്പെടുത്തുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരിച്ച സ്ത്രീയുടെ ഒരു മകൾ വിദേശത്താണ്. അവർ കൂടി എത്തിയ ശേഷമാകും സംസ്കാരം നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും.